ഓം നമോ വിരാട് വിശ്വബ്രഹ്മണായ നമഃ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി പവനൂർ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ വൈദിക് വാസ്തുവിൽ അല്ലെങ്കിൽ വേദവാസ്തുവിൽ ഒരു കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രഹേളികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാമാണ്, അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ആധുനിക കാലഘട്ടത്തിൽ ഇതിന് വലിയ വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ പല പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ വിവക്ഷിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇന്ന് കുറഞ്ഞ ഒരു സമയം കൊണ്ട് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയത്തിന് വളരെ വിലയേറിയത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വൈദിക വാസ്തുവിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ വളരെയധികം കുറവായിരുന്നു. കാരണം BC 6000 വർഷങ്ങൾക്ക് മുമ്പാണ് വിശ്വകർമ്മ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു സംജ്ഞ രൂപപ്പെടുകയും അത് വാസ്തു സനാതന ധർമ്മമായി മാറുകയും ചെയ്യുന്നത്. വിശ്വകർമ്മ സനാതന ധർമ്മത്തിൽ പ്രകൃതിക്കനുസരിച്ച്, പ്രകൃതിയുടെ ഊർജമനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ച ആശയങ്ങൾ. പല പല ഋഷീശ്വരന്മാർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രകൃതിയിൽ ജീവിച്ച് ആ പ്രകൃതിയിലുള്ള ഊർജ ചലനങ്ങൾ, ആ പ്രകൃതിയിലുള്ള പ്രത്യേക കാന്തിക ചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ചില നിയമങ്ങൾ രൂപീകരിച്ചു എന്നുള്ളതാണ്. അത് ഈ ലോകം എന്ന് അവസാനിക്കുന്നുവോ അന്ന് വരെ നിലനിൽക്കുന്നതുമായിരിക്കുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് നോക്കാം. ഒരു കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അന്നും ഇന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് പറയുന്നത് ആദി സ്ഥാനം എന്നുള്ളതാണ്. ആദി സ്ഥാനം, അതായത് അടിത്തറ. ആദി സ്ഥാനം എന്നുള്ളത് പിന്നീട് നമ്മുടെ പുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ അധിഷ്ഠാനം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പം ആദിസ്ഥാനം എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയുന്നത് ബേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആ ബേസ്മെൻറ്റ് കൃത്യമായി തന്നെ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്തംഭം എന്നുള്ളതാണ്. എന്താണ് സ്തംഭം? പഴയ കാലഘട്ടത്തിൽ നമ്മുടെ ചുമരുകൾ, അടച്ചു കെട്ടിയുള്ള ചുമരുകൾക്ക് പകരം സ്തംഭങ്ങളാണ് ഉപയോഗിക്കുക, അതായത് തൂണുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് തൂണുകൾ, എത്ര ഹൈറ്റ് വേണം, നമ്മുടെ ഒരു ഗൃഹത്തിൻ്റെ ബ്രഹ്മമണ്ഡലത്തിൽ നിന്ന് 23.5 ഡിഗ്രി ഉയരത്തിൽ പോയാൽ അതിൻ്റെ സ്തൂപത്തിൻ്റെ അഗ്രത്തിലേക്കോ അല്ലെങ്കിൽ സ്തൂപത്തിൻ്റെ 1/3 വരണം എന്നൊക്കെയുള്ള ഒരുപാട് ശാസ്ത്ര വിധികൾ അതിലുണ്ട്. എന്നിരുന്നാലും അത് മനസ്സിലാകുക, ഇന്നും ചുമരിന് പകരം പഴയ കാലഘട്ടത്തിൽ സ്തൂപം, ഇന്നും സ്തൂപ എന്നാണ് പറയുക. അപ്പോൾ സ്തൂപം എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം പ്രസ്തര. മൂന്നാമത്തെ ഭാഗം പ്രസ്തര എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസ്തര എന്ന് പറയുന്നത് വൈദിക വാസ്തുവിൽ പ്രസ്തര എന്ന് പറയുന്നത് ഉത്തരമാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ഉത്തരം നമ്മുടെ പുതിയ പുതിയ ബിൽഡിങ്ങുകളിൽ, അതായത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ നമ്മുടെ സ്തൂപികയുടെ ഉയരം കഴിഞ്ഞാൽ, അതായത് സ്തൂപത്തിൻ്റെ ഉയരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? പ്രസ്തര ഭാഗം എന്നാണ് പറയുക. അപ്പോൾ സ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് നമ്മുടെ അധിഷ്ഠാനത്തിൻ്റെ ഉയരവുമായി ബന്ധപ്പെട്ടതാണ്. അധിഷ്ഠാനത്തിൻ്റെ ഉയരത്തിൻ്റെ /5 × 5 × 4 × 7 എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. അതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിൽ കാണണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സ്തൂപിക ഉയരത്തിൻ്റെ മുകളിൽ അതിൻ്റെ മേൽക്കൂര വെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. അതിനെ വൈദികത്തിൽ പ്രസ്തര എന്നാണ് പറയുന്നത്. അപ്പം വൈദികത്തിൽ പ്രസ്തര എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം. നാലാമത്തത് കർണഹ. എന്താണ് കർണഹ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇന്ന് നമ്മൾ പറയും വാമിടപ്പുറം എന്നൊക്കെ പറയാറുണ്ടല്ലേ, പുറത്തേക്കുള്ള തള്ള്. അതായത് സ്തൂപത്തിൽ നിന്ന്, ചുമരിൽ നിന്ന് പുറത്തേക്കുള്ള തള്ളിനെയാണ് കർണ എന്ന് പറയുന്നത്.
കർണഹ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കർണ എന്താണ് 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. 5ാമത്തെ ഭാഗം ശിഖരം. 5ാമത്തെ ഭാഗമാണ് ശിഖരം എന്ന് പറയുന്നത്. ആ ശിഖരം എന്ന് പറയുന്നത് മേൽക്കൂര എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശിഖരം എന്ന് പറഞ്ഞാൽ മേൽക്കൂര മോന്തായത്തോട് കൂടിയിട്ടുള്ള മേൽക്കൂരയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശിഖരം എന്ന് പറയുന്നത്. ഇനി 6ാമത്തേത് അതിൻ്റെ സ്തൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ താഴികക്കുടം എന്ന് പറയുന്ന അമ്പലത്തിന് കാണുന്ന താഴികക്കുടം പോലെ ഓരോ നിർമ്മിതിക്കും സ്തൂപി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രകൃതിയിലെ ഊർജത്തെ ആവാഹിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇടിമിന്നലിൽ നിന്നും അധിക ചൂടിൽ നിന്നൊക്കെ ഈ കെട്ടിടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്തൂപി ഉണ്ടായിരുന്നു. ആ സ്തൂപിയുടെ അളവും പഴയ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആ 6 കാര്യങ്ങളാണ് അന്നും ഉപയോഗിച്ചിരുന്നത്. വൈദിക കാലഘട്ടത്തിൽ 1ാമത്തേത് ആദിസ്ഥാനം, 2ാമത്തേത് സ്തൂപിക, 3ാമത്തേത് പ്രസ്തര, 4ാമത്തേത് കർണ, 5ാമത്തേത് ശിഖര, 6ാമത്തേത് സ്തൂപി. അങ്ങനെ ആ 6 ഭാഗം തന്നെയാണ് ഇന്നും മറ്റൊരു പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തുശാസ്ത്ര വിശ്വകർമ്മ സനാതന ധർമ്മത്തിൽ പഴയ കാലഘട്ടത്തിൽ, അതായത് വൈദിക കാലഘട്ടത്തിൽ എന്തെല്ലാമാണോ അതിൻ്റെ പ്രമാണമായി ഉപയോഗിച്ചത്, ആ പ്രമാണം ഒരിക്കലും മാറ്റപ്പെടുന്നില്ല, അത് മാറുകയുമില്ല. അത് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ ലോകം അവസാനിക്കുന്നതുവരെ അത് കോൺസ്റ്റൻ്റായിട്ട് ഒരേ രീതിയിൽ ബ്രഹ്മമായിട്ട് തുടരുകയും ചെയ്യും. നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമഃ.